പക്ഷെ ഒന്നും ഉണ്ടായില്ല. 2022 ലാസ്റ്റായിട്ട് ഒരു IVF പോലും ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതിലും ഞങ്ങൾക്ക് സക്സസ് ഉണ്ടായില്ല. അത് ഞങ്ങൾ വിട്ടു. അതുകൊണ്ട് കുഞ്ഞില്ലാത്ത വൺ ഓഫ് ദ റീസൺസ് ആയിരുന്നു ഞങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് ദൂരം പോയത്. ഇവിടെ വന്നു ഉടമ്പടി എടുത്തിട്ട് ഞാൻ എല്ലാ ദിവസവും അമ്മേരെ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ ലോവർ അടിവയറിൽ പരട്ടും. ഹസ്ബൻഡും അത് പരട്ടും. ഹസ്ബൻഡും കൗണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 29 ഫെബ്രുവരി 2024 എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകും. ഇവിടുന്ന് പോയതിന് ശേഷം പീരിയഡ്സ് വന്നേ ഇല്ല. ഞാൻ 29 ഫെബ്രുവരി 2024 എനിക്ക് പോസിറ്റീവ്. ഞാൻ എൻ്റെ പീരിയഡ്സ് മിസ്സായപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ അത് ചെയ്യണ്ട, അത് നെഗറ്റീവേ വരുള്ളൂ, നെഗറ്റീവ് വന്നാൽ എനിക്ക് അപ്സെറ്റ് ആവും, അപ്പം നീ ചെയ്യണ്ട. അപ്പം ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു സൈൻ താ, എൻ്റെ ഹസ്ബൻഡ് ഈ വിശ്വാസം സ്ട്രോങ് ആക്കാൻ എനിക്കൊരു ചാൻസ് താ. അപ്പോൾ അതേ രാത്രി എനിക്കൊരു പേരെൻ്റെ സ്വപ്നത്തിൽ വിളിക്കുന്നു, ടെൻസി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു കൊച്ചിനെ കൊടുക്കുന്നു. എൻ്റെ മാതാവ് എൻ്റെ മുമ്പിൽ പ്രതീക്ഷിക്കും. അതുകൊണ്ട് എനിക്ക് സ്ട്രോങ് ആയിട്ട് അറിയാം എൻ്റെ അമ്മ എനിക്ക് തന്ന കുഞ്ഞാണ് ഇതെന്ന്. 22 സെപ്റ്റംബർ 2024 എനിക്ക് ഒരു മോൻ ജനിച്ചു. അവൻ്റെ പേര് ഞങ്ങൾ ഡാരിയൻ എന്ന് വെച്ചു. ഡാരിയൻ്റെ മീനിങ് ഉണ്ട് ഗുഡ്നെസ് ഓഫ് ഗോഡ്.